സ്കൂളിൽ പോയേച്ചു വന്ന മകന്റെ കാലിലെ ഷൂസ് കീറി. പ്രാർത്ഥിക്കുന്ന ഈ അമ്മയുടെ മകൻ അമ്മയോട് പറഞ്ഞു, മമ്മി എനിക്കൊരു ഷൂസ് വേണം, പിള്ളേരെന്നെ കളിയാക്കും, അതുകൊണ്ട് പുതിയ ഷൂസ് വേണം. അമ്മ പറഞ്ഞു, മക്കളെ ഇപ്പൊ പൈസ ഇല്ല, എന്നാൽ ഞാൻ യേശു അപ്പച്ചനോട് പറയാൻ പോവുക, യേശു എനിക്ക് ഷൂസ് വാങ്ങിച്ചു തരും. അപ്പോൾ അമ്മ പറഞ്ഞൊരു മറുപടിയുണ്ട്. 10,000-കണക്കിന് കോടിക്കണക്കിന് ആളുകളുടെ വിഷയം കൈകാര്യം ചെയ്യാൻ യേശു തിരക്കിട്ട് പ്രവർത്തിക്കുന്നുണ്ട്, നിനക്ക് ചെരുപ്പ് വാങ്ങിക്കാനാ യേശുവിന് നേരം. ഈ കുഞ്ഞ് ആ മെത്തപ്പുറത്ത് കയറി 2 കൈയും മുകളിലോട്ട് ഉയർത്തിപ്പിടിച്ച് കിടക്കുന്നതിന് മുമ്പ്, യേശു അപ്പച്ച എനിക്ക് ഷൂസ് വേണം, ആമേൻ, കിടന്നുറങ്ങി. 2-ാം ദിവസവും ഇത് തുടർന്നു. 3-ാം ദിവസം പ്രാർത്ഥിച്ച് കിടന്നുറങ്ങി കഴിഞ്ഞ് തൊട്ടങ്ങേപ്പുറത്തെ വീട്ടിലെ ധനാഢ്യനായൊരു മനുഷ്യൻ, കുബേരനായൊരു മനുഷ്യൻ ഇവരുടെ വീടിന്റെ മുൻപിൽ വന്ന് കൊട്ടി. കതക് തുറന്നപ്പോൾ ഒരു കവർ കൈമാറ്റം ചെയ്തിട്ട് പറഞ്ഞു, പകല് ഷൂസ് വാങ്ങിച്ചോണ്ട് മോന് വേണ്ടി, എൻ്റെ മോന് വേണ്ടി കൊണ്ടുവന്നതാ. അവന് ഇട്ടു നോക്കിയപ്പോ ചേരുകയില്ല. തിരിച്ചു കൊടുക്കാൻ ഞാൻ പറഞ്ഞപ്പോ പെട്ടെന്ന് തോന്നി, നിങ്ങളുടെ മോന് വേണയിൽ എടുത്തോളാൻ, വില കൂടിയ ഷൂസാ, കൊള്ളുമെങ്കിൽ എടുക്ക, കൊള്ളത്തില്ലേ കൊടുത്തു വിട്ടേ. ഈ അമ്മ ഇത് പൊളിച്ച്, ഷൂസിന്റെ കവർ പൊളിച്ച് അവന്റെ മുൻപിൽ ഇങ്ങനെ വെച്ചേച്ച് കിടന്നുറങ്ങി. രാവിലെ കുഞ്ഞ് കണ്ണ് തൊരുമ്പി തുറന്നപ്പോ കൺമുൻപിലിരിക്കുന്ന ഷൂസ് കണ്ടുകൊണ്ട് ചാടിക്കേറി അത് കാലയിലെടുത്തിട്ടു. ഇട്ടപ്പം കൃത്യം വരച്ചു വെച്ചതുപോലെ യോജിക്കുന്നു. ഓടി അടുക്കളയിൽ ചെന്ന് ജോലി ചെയ്യുന്ന അമ്മയോട് പറഞ്ഞൊരു വാക്കുണ്ട്, അമ്മേ എനിക്ക് ഷൂസ് വേണമെന്ന് മാത്രമല്ല, എൻ്റെ കാലിൻ്റെ അളവ് പോലും എൻ്റെ യേശുവിന് നന്നായിട്ടറിയാം.